നിശബ്ദ ശുദ്ധീകരണം. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നെടുന്തൂണായ വോട്ടർ പട്ടിക സംശയങ്ങളും തട്ടിപ്പുകളും ഇരട്ടപ്പേരുകളും പേറി വീർപ്പുമുട്ടിയ പട്ടികയെ ശുദ്ധീകരിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇറങ്ങിയപ്പോൾ പുറത്തായത് 25 ലക്ഷത്തിലധികം വോട്ടർമാർ. എന്താണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്ത തെറ്റ്? ഇരട്ട വോട്ടുള്ള 1.31 ലക്ഷം പേര് നീക്കി. മരിച്ചുപോയ 6.44 ലക്ഷം പേരുടെ പേരൊഴിവാക്കി. ഇത്രയും കാലം നമ്മുടെ ജനാധിപത്യത്തിന്റെ ആരോഗ്യം കെടുത്തിയിരുന്ന ഈ അപാകതകളെ നീക്കം ചെയ്തതിന് നാം കമ്മീഷന് സല്യൂട്ട് നൽകേണ്ടതല്ലേ? പക്ഷേ ഈ ശുദ്ധീകരണത്തിൽ ആർക്കാണ് നെഞ്ചിടിപ്പ് കൂടുന്നത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. CPM-ഉം കോൺഗ്രസും ലീഗും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ 25 ലക്ഷം പേർ പുറത്തായതിൽ അവർക്ക് അതിശക്തമായ എതിർപ്പുണ്ടായിരുന്നു. ചോദ്യം ഇതാണ്: നിങ്ങൾ പേടിക്കുന്നത് ആരെയാണ്? മരിച്ചുപോയവർ വോട്ട് ചെയ്യുമെന്ന് ഭയന്നോ? സ്ഥലം മാറിയവർ തിരികെ വന്ന് നിങ്ങളുടെ പെട്ടി നിറയ്ക്കുമെന്ന് കരുതിയോ? അതോ ഒരു വോട്ടർ പട്ടികയിൽ ഇരട്ട വോട്ടുള്ള നിങ്ങളുടെ അനധികൃത വോട്ടുകൾ ഇല്ലാതായതിനുള്ള അമർഷമാണോ ഈ കാണിക്കുന്നത്? കമ്മീഷന്റെ കണക്കുകൾ പിശകാണെന്ന് പറയുന്ന നിങ്ങൾ കൃത്യമായ കണക്കുകൾ ഹാജരാക്കാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? സത്യസന്ധമായ ഒരു വോട്ടർ പട്ടികയെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളി അല്ലെങ്കിൽ മറ്റെന്താണ്? ഇവിടെയാണ് BJPയുടെ നിലപാട് പ്രസക്തമാകുന്നത്. BJP വ്യക്തമാക്കിയത് ഒരു കാര്യം മാത്രം: അർഹതയുള്ള ഒരാളുടെയും പേര് ഒഴിവാക്കരുത്. ഒപ്പം ഒഴിവാക്കിയവരുടെ പട്ടികയിലെ ഇരട്ടിപ്പ് ഇനിയും കൂടുതലായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് അവർ ചൂണ്ടിക്കാട്ടി. അർഹതയുള്ളവരെ സംരക്ഷിക്കുക, അതേസമയം കള്ളവോട്ടുകൾ പൂർണ്ണമായും തുടച്ചു നീക്കുക. ഇതാണ് ജനാധിപത്യത്തിൽ വേണ്ടത്. കള്ളവോട്ടും ഇരട്ട വോട്ടും കൊണ്ട് വിജയം നേടാൻ ശ്രമിച്ചവരുടെ തന്ത്രങ്ങളെ തകർക്കാൻ കമ്മീഷൻ നടത്തുന്ന നീക്കത്തിനൊപ്പം നിൽക്കുകയാണ് ഇവിടെ BJP ചെയ്യുന്നത്. ലക്ഷം വോട്ടർമാർ പുറത്താകുമ്പോൾ ഒരു കാര്യം വ്യക്തം: സംസ്ഥാന വോട്ടർ പട്ടികയ്ക്ക് ഒരു ശുദ്ധീകരണം അത്യാവശ്യമായിരുന്നു. ഏകദേശം 2,78,00,000 വോട്ടർമാർ ഉണ്ടായിരുന്ന പട്ടികയിൽ നിന്ന് ആദ്യഘട്ടത്തിൽ തന്നെ 25 ലക്ഷത്തിലധികം പേരുകൾ പുറത്തായി. ഇത് ചെറിയൊരു കാര്യമല്ല. കൃത്യമായി പറഞ്ഞാൽ 25 ലക്ഷത്തിലധികം വോട്ടർമാർ. ജനാധിപത്യ പ്രക്രിയയെ ഏറ്റവും സത്യസന്ധമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു ശുദ്ധീകരണ പ്രക്രിയയാണിത്. ഇരട്ടിപ്പും മരിച്ചവരുടെ പേരുകളും വ്യാജ വോട്ടർമാരും നമ്മുടെ വോട്ട് പെട്ടിയുടെ വിശ്വാസ്യത ഇല്ലാതാക്കുന്നു. അതിനെയാണ് കമ്മീഷൻ നീക്കം ചെയ്തത്. കമ്മീഷന് നമ്മുടെ പൂർണ്ണ പിന്തുണ നൽകേണ്ട ഒരു സുപ്രധാന സന്ദർഭമാണിത്. ആരാണ് ഈ പുറത്തായ 25 ലക്ഷം പേർ? അവർക്ക് വോട്ട് ചെയ്യാനുള്ള അർഹതയില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത് ശക്തമായ കാരണങ്ങളോടെയാണ്. കണക്കുകൾ വ്യക്തമാണ്. ഇത് രാഷ്ട്രീയപരമായ ഒഴിവാക്കലല്ല, മറിച്ച് നിയമപരമായ തിരുത്തലുകളാണ്. അർഹതയില്ലാത്തവരെ ഒഴിവാക്കുമ്പോൾ ജനാധിപത്യത്തിന്റെ അടിത്തറ കൂടുതൽ ശക്തമാകുകയാണ്. തിരുവനന്തപുരത്ത് മാത്രം 4 ലക്ഷത്തിലധികം പേർ പുറത്തായതിനു പിന്നിലും ഈ കണക്കുകളുടെ കൃത്യതയാണ് കാരണം. ഈ സത്യസന്ധമായ നടപടിക്കെതിരെയാണ് ഇപ്പോൾ CPM-ഉം കോൺഗ്രസും മുസ്ലിം ലീഗും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ അതിശക്തമായി പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അവരുടെ പ്രധാന ആശങ്ക എന്താണ്? ഒഴിവാക്കിയവരുടെ എണ്ണം 20 ലക്ഷത്തിൽ നിന്ന് 25 ലക്ഷമായി ഉയർന്നത് എങ്ങനെയെന്നവർ ചോദിക്കുന്നു. CPI ചോദിക്കുന്നത് മരിച്ചവരുടെ 6.44 ലക്ഷം എന്ന കണക്കിൽ സംശയമുണ്ട്. മുസ്ലിം ലീഗ് ചോദിക്കുന്നത് മരിച്ചവരുടെ പേര് വിവരങ്ങൾ ലഭ്യമാക്കണം. മരണപ്പെട്ടവരുടെ പേരുകൾ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിൽ നിങ്ങൾക്ക് എന്തിനു സംശയം? ഇത്രയും കാലം മരിച്ചുപോയവരുടെ വോട്ടുകൾ ആരാണ് ഉപയോഗിച്ചിരുന്നത്? ഇരട്ട വോട്ടുകൾ നീക്കം ചെയ്യുന്നതിനെ നിങ്ങൾ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? യഥാർത്ഥത്തിൽ ഈ പ്രതിഷേധം ജനാധിപത്യത്തിന്റെ ശുദ്ധീകരണത്തെ ഭയപ്പെടുന്നവരുടെ ആശങ്ക തന്നെയാണ്. കള്ളവോട്ടുകൾ ഇല്ലാതാകുമ്പോൾ തങ്ങളുടെ പരമ്പരാഗത വോട്ട് ബാങ്കിൽ ചോർച്ചയുണ്ടാകുമെന്ന് ഭയപ്പെടുന്നവരുടെ രാഷ്ട്രീയ തന്ത്രമാണ്. ഇവിടെ കമ്മീഷൻ വസ്തുതകളാണ് മുന്നോട്ട് വെക്കുന്നത്. പ്രതിപക്ഷ കക്ഷികൾ വെറും ആരോപണങ്ങളും സംശയങ്ങളും മാത്രം. അത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ആവശ്യമാണ്. എന്തായാലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു കാര്യം ഉറപ്പു നൽകിയിട്ടുണ്ട്: എന്യൂമറേഷൻ ഫോം ഒപ്പിട്ട് നൽകിയവരെല്ലാം കരട് പട്ടികയിൽ ഉണ്ടാക്കും. ഒഴിവാക്കപ്പെട്ടവരുടെ ലിസ്റ്റ് പ്രത്യേകം പ്രസിദ്ധീകരിക്കും. അർഹതയുള്ളവർക്ക് തെളിവ് ഹാജരാക്കാൻ അവസരം നൽകും. ഇതിലും വലിയ സുതാര്യത ഒരു തിരഞ്ഞെടുപ്പ് സംവിധാനത്തിന് എങ്ങനെ നൽകാൻ കഴിയും? ഈ ശുദ്ധീകരണം നടന്നപ്പോൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ വേദനിച്ചത്? പ്രതിപക്ഷ കക്ഷികൾക്ക്. 25 ലക്ഷം പേർ പുറത്തായെന്ന വാർത്ത കേട്ടതും നേതാക്കന്മാർ കമ്മീഷൻ ഓഫീസിലേക്ക് ഓടി. അവരുടെ പരാതി കേൾക്കണം. അയ്യോ, ഈ കണക്കുകൾ തെറ്റാണ്. 20 ലക്ഷത്തിൽ നിന്ന് 25 ലക്ഷമായി ഉയർന്നത് എങ്ങനെ? മരിച്ചവരുടെ കണക്കിൽ പോലും സംശയമുണ്ട്. സംശയം വരാതിരിക്കുമോ? കാരണം വ്യക്തമാണ്. അവർ ഇത്രയും കാലം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കൈകാര്യം ചെയ്തിരുന്ന ഒരു വലിയ വോട്ട് ബാങ്കാണ് ഈ 25 ലക്ഷം പേർ. മരിച്ചുപോയവരുടെ വോട്ട് ആരെങ്കിലും ചെയ്തു കൊടുക്കാൻ സാധ്യതയുണ്ടായിരുന്നില്ലേ? ആ പ്രേത വോട്ടുകൾ ഇല്ലാതായത് ഏത് രാഷ്ട്രീയക്കാരനായാലും വേദനിപ്പിക്കും. സ്ഥലം മാറ്റിയവരുടെ വോട്ടുകൾ കൃത്യസമയത്ത് ആരെങ്കിലും ചെയ്യാൻ വരാതിരിക്കുമോ? ചില പാർട്ടികളുടെ ഏറ്റവും വലിയ സ്വത്ത് അത് ഒറ്റ രാത്രി കൊണ്ട് കമ്മീഷൻ വെട്ടിമാറ്റിയപ്പോൾ പാർട്ടികളുടെ വിജയ പ്രതീക്ഷയുടെ ഗ്രാഫ് കൂപ്പുകുത്തി. അതുകൊണ്ടാണ് CPM-ഉം കോൺഗ്രസും പറയുന്നത് ഫോം തിരിച്ചു നൽകാൻ വിസമ്മതിച്ചവർ ഉണ്ടെന്ന് പറയുന്നു.
അംഗീകരിക്കാൻ പറ്റില്ല. നിങ്ങൾ പറയൂ, ഒരു വോട്ടർ എന്തിന് സ്വന്തം വോട്ട് രേഖപ്പെടുത്തുന്ന ഫോം തിരിച്ചു നൽകാൻ വിസമ്മതിക്കണം? വിസമ്മതിക്കുന്നവരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിലനിർത്തണമെന്ന് വാദിക്കുന്നതിൽ എന്ത് ജനാധിപത്യ നീതിയാണുള്ളത്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നടത്തുന്നത് ഒരു ശുദ്ധീകരണ പ്രക്രിയ തന്നെയാണ്. ഈ ക്ലീനിംഗ് നടന്നാൽ ആർക്കാണ് നഷ്ടം? കാലങ്ങളായി കള്ളവോട്ടും ഇരട്ടവോട്ടും ഉപയോഗിച്ച് അധികാരം പിടിക്കാൻ ശ്രമിച്ച രാഷ്ട്രീയ കക്ഷികൾക്ക് തന്നെ. അതിൽ സംശയമൊന്നുമില്ല. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നടത്തുന്നത് ജനാധിപത്യത്തിന്റെ അടിത്തറ ബലപ്പെടുത്താനുള്ള ധീരമായ ഒരു നടപടിയാണ്. 25 ലക്ഷം വിരലുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുമ്പോൾ അതിന് പിന്നിലെ ലക്ഷ്യം വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഇല്ലാതാക്കുക എന്നതാണ്. നമ്മൾ ഇവിടെ കണ്ടത് വെറും ഒരു കണക്കെടുപ്പല്ല. കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ ഈ ശുദ്ധീകരണത്തിനെതിരെ പ്രതികരിക്കുന്നവരുടെ കൂട്ടത്തിൽ CPM-ഉം കോൺഗ്രസും മുസ്ലിം ലീഗും എല്ലാം ഒരേ സ്വരത്തിലാണ് കരയുന്നത്. സാധാരണ ഇവരെല്ലാം കേരളത്തിൽ രണ്ട് തട്ടിലാണ്. UDF ഒരു ഭാഗത്ത്, LDF മറ്റൊരു ഭാഗത്ത്. പക്ഷേ വോട്ട് പെട്ടിയിലെ കള്ളങ്ങൾ നീക്കം ചെയ്യുന്നു എന്ന് കേട്ടതും അവർ ഒറ്റക്കെട്ടായി. വർഷങ്ങളായി ഇരു മുന്നണികളും ഈ അനധികൃത വോട്ടുകൾ പരസ്പരം പഴിചാരിക്കൊണ്ട് രഹസ്യമായി പ്രോത്സാഹിച്ചു. പക്ഷേ കമ്മീഷൻ വന്ന് ഇതെല്ലാം എടുത്തുമാറ്റിയപ്പോൾ UDF-ന്റെയും CPM-ന്റെയും വിജയ പ്രതീക്ഷയുടെ ഗ്രാഫ് ഒരേപോലെ താഴേക്ക് വീണു. അതുകൊണ്ടാണ് കമ്മീഷന്റെ കണക്കുകൾ തെറ്റാണെന്ന് പറയാൻ ഇവർക്ക് ഒരു മടിയുമില്ലാത്തത്. കമ്മീഷന്റെ കണക്കുകൾ തെറ്റാണെങ്കിൽ ശരിയായ കള്ളവോട്ടിന്റെ കണക്ക് നിങ്ങൾ പുറത്തുവിടുമോ? അതാണ് ഇവിടെ ചോദിക്കാനുള്ള ചോദ്യം. ജനാധിപത്യം ശുദ്ധീകരിക്കപ്പെട്ടതിൽ പേടിക്കുന്നവർ ഇനി തങ്ങളുടെ തോൽവിയാണ് പേടിക്കേണ്ടത്. കേരള രാഷ്ട്രീയത്തിന്റെ നെഞ്ചെടുപ്പ് പരിശോധിക്കുന്ന ഒരു നിർണായക ശസ്ത്രക്രിയയാണ് ഇപ്പോൾ നടന്നത്. 25 ലക്ഷത്തിലധികം വിരലുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുക എന്നത് കള്ളവോട്ടും ഇരട്ടവോട്ടും കൊണ്ട് കളിച്ചവരുടെ വിജയ പ്രതീക്ഷയുടെ കൊട്ടാരം തകർന്നടിഞ്ഞതിന് തുല്യമാണ്. ഇവിടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കാൻ ശ്രമിച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വമാണ്: ശുദ്ധവും സത്യസന്ധവുമായ ജനാധിപത്യം. ഈ ധീരമായ നടപടിയെ കൈയടിച്ച് സ്വീകരിക്കുന്നതിന് പകരം CPM-ഉം കോൺഗ്രസും ലീഗും ഉൾപ്പെടെയുള്ളവർ അതിശക്തമായ എതിർപ്പുമായി രംഗത്തെത്തുമ്പോൾ ചോദ്യം കമ്മീഷനോടല്ല, മറിച്ച് ഈ രാഷ്ട്രീയ കക്ഷികളോടാണ്. നിങ്ങൾ പേടിക്കുന്നത് കള്ളവോട്ടിന്റെ നഷ്ടമല്ലെങ്കിൽ മറ്റെന്താണ്? മരിച്ചുപോയവരുടെ പേരുകൾ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിൽ സംശയം പ്രകടിപ്പിക്കുമ്പോൾ വർഷങ്ങളായി ആ പ്രേതവോട്ടുകൾ നിങ്ങളുടെ പെട്ടികളിൽ എങ്ങനെ എത്തി? ഇരട്ട വോട്ടുകൾ ഇല്ലാതാകുമ്പോൾ നിങ്ങളുടെ ഭൂരിപക്ഷം കുറയുന്നത് എന്തുകൊണ്ടാണ്? ഈ മറുപടിയില്ലാത്ത ചോദ്യങ്ങളാണ് പ്രതിപക്ഷത്തിന്റെ വാദങ്ങളെ പൊള്ളയാക്കുന്നത്. അർഹതയുള്ളവർക്ക് പേര് തിരികെ ചേർക്കാം, എന്നാൽ വോട്ടിന്റെ പേരിൽ കളിച്ചവരുടെ കളി ഇനി നടക്കില്ല. വോട്ടർ പട്ടികയിലെ ഈ ശുദ്ധീകരണത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.